വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രാൻഡാണ് ഹെയിൻസ് എന്ന് പറയുന്നത്. അവരുടെ കെച്ചപ്പും സോസൊക്കെ ക്വാളിറ്റിയിൽ പ്രീമിയം ലെവലാണ്. അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോസാണ് ഹെയിൻസിൻ്റെത്. ആക്ച്വലി ഇവരൊരിക്കലും ഒരു പ്രശ്നം ഫേസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റിൽ ഈ ഹെയിൻസിൻ്റെ കെച്ചപ്പ് വാങ്ങുകയും ആ കെച്ചപ്പ് തീരുന്ന സമയത്ത് ഇവരുടെ ലോക്കൽ കെച്ചപ്പ് അതിൽ റീഫില്ല് ചെയ്തിട്ട് ഇവരുടെ ബോട്ടിൽ തന്നെ സെർവ് ചെയ്യും. അപ്പോൾ ആൾക്കാർ കഴിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ടേസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കിട്ടാത്ത സമയത്ത് അതിൻ്റെ ചോദ്യചിഹ്നം പോകുന്നത് ഹെയിൻസിനോടാണ്. അപ്പോൾ ഇവരതിന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഹെയിൻസിൻ്റെ ബോട്ടിലിൻ്റെ പുറത്തുള്ള ഇവരുടെ ബ്രാൻഡിൻ്റെ പ്രിൻറ്റിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ബോർഡർ വൈറ്റ് ആയിരുന്നു. അവരത് ചേഞ്ച് ചെയ്തിട്ട് റെഡ് ബോർഡർ ആക്കി മാറ്റി. എക്സാക്ട്ലി അതിൻ്റെ ഉള്ളിൽ സോസിൻ്റെ കളറും ഈ ബോർഡറിൻ്റെ കളറും ഒരുപോലെയാക്കി. അപ്പം ഇത് റീഫില്ല് ചെയ്യുന്ന കെച്ചപ്പിന് ഒരിക്കലും ഈ ഒരു കളർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഹെയിൻസിൻ്റെ മാത്രം ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ അവരത്രയും ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കളറാണ്. സോ ഈ ഒരു ഒറ്റ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ട് അവരുടെ സെയിൽസിലുണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് 25% ആണ്. അത് മാത്രമല്ല 70% അബവ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ സോസ് തീരുന്ന സമയത്ത് അവർക്ക് ഈ ഹെയിൻസിൻ്റെ വാങ്ങിയേ പറ്റുള്ളൂ. അതാണ് അവരുടെ സെയിൽസിൻ്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്തിന് ഗുണം ചെയ്തത്. എപ്പോഴും ഇന്നോവേറ്റീവും ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിനെയും ഗ്രോത്തിനെയും ഉറപ്പായിട്ട് ഗുണം ചെയ്യും.